അയ്യോ എനിക്ക് വയ്യ, എനിക്ക് വാര്യലിനെ കുറിച്ച് ഓർക്കാതെ ചിരിച്ച് ഇപ്പൊ താഴോട്ടുമില്ല മുകളിലോട്ടുമില്ല. ഞാൻ നിന്നെ പിടിച്ചു കിടത്താം. നീ ഇങ്ങനെ ഇരുന്ന ഇനി ചിരിക്കാൻ പറ്റുമോ? വേറെടുക്കുന്നത് എനിക്ക് പഴയതുപോലെ നിവരാനും കുരിയാനൊന്നും പറ്റും തോന്നില്ല. എന്നാ പിന്നെ ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ പോയി വൈദ്യരെ വിളിച്ചോണ്ട് വരാം. വൈദ്യരെ, വൈദ്യരെ, വൈദ്യരെ. എന്താ നിക്ക് പറയട്ടെ, നിക്ക് വൈദ്യരെ. നോക്കിയേ, കിടന്ന കിടപ്പിൽ നിന്ന് എഴുന്നേറ്റതാ. പിന്നെ താഴോട്ടും ഇല്ല മുകളിലോട്ടും ഇല്ല, ഒരേ ഇരിപ്പ് തന്നെ ഇരിക്കുവാ. എവിടെയോ ഒരു നട്ടോ ബോൾട്ടോ മുറുകിയിട്ടുണ്ട്. അത് ഇളക്കിയെങ്കിലേ അയാൾക്ക് കിടക്കാൻ പറ്റൂ. ഒന്ന് നോക്ക് വൈദ്യരെ. വൈദ്യരെ എന്താ വിലങ്ങി വിലങ്ങി വിലങ്ങി. സാറേ, വാരിയിൽ തന്നെ ഇടി കിട്ടിയേ, എല്ലാം ഒടിഞ്ഞു പറിഞ്ഞു തൂങ്ങിയെന്നാ തോന്നുന്നത്. എടോ ജയപാല, മെല്ലെ ഒന്ന് തടവി കൊടുക്കുക. അയ്യോ പതുക്കെ 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 പതുക്കെ. അയ്യോ കരയാതെ കരയാതെ. ജയപാല, നന്നായിട്ടൊന്ന് തടവി കൊടുക്കുക. ഈടാ പ്രതാപ, അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആൾക്കാരുണ്ടടാ. പതുക്കെ പതുക്കെ കരയോ. വേദന സഹിക്കാൻ പറ്റത്തില്ല. ജയപാല, ഒന്നും നോക്കണ്ട, നന്നായിട്ടൊക്കെ തടവ്. എടോ താനിങ്ങോട്ട് മാറ്, ഞാനും നോക്കട്ടെ. എന്താടാ എന്താടാ എന്ത് പറ്റി? അയ്യോ പ്രതാപ, എന്നെ വിട്ടു പോയടാ. ഇനി ഒന്ന് എഴുന്നേറ്റിരുന്നേ. പതുക്കെ, കുറച്ച് പുറകോട്ട് തല വെച്ചോളൂ. ഇപ്പോഴാ മുറുകിയ ബോൾട്ടൊന്ന് അയഞ്ഞത്. എന്നാലും ജീവനങ്ങ് നിന്നുപോയി സാറേ. 14 ലോകം കണ്ടു. അല്ല, ആരാ തന്നെ തല്ലിയത്? ആ മാർക്കോയാ സാറേ, അല്ലാതെ വേറെ ആര് തല്ലാനാ? എടോ ജയപാല, മാർക്കോയുടെ കയ്യിൽ നിന്നാണ് തല്ലുകൊണ്ടതെങ്കിൽ നമ്മുടെ മരുന്നൊന്നും പെട്ടെന്ന് ഇയാളുടെ ശരീരത്തിൽ ഫലിക്കത്തില്ലല്ലോടോ. അതെ അതെ, ഇതിനു മുമ്പും എനിക്ക് അവന്റെ കയ്യിൽ നിന്ന് തല്ല് കിട്ടിയിട്ടുള്ള. പക്ഷേ വാരിൽ ഇതുപോലെ അളന്നു തൂക്കി അവൻ ഇടിക്കുന്നത് ആദ്യട്ടാ. അങ്ങനെയൊക്കെ ചെയ്യാൻ വൈരാഗ്യം എന്തെങ്കിലും അവന് തന്നോടുണ്ടായിരുന്നോ? അയ്യോ ഇല്ല സാറേ. സാറേ സാറേ ഇതവന്റെ ഒരു വിനോദവാ. അവന്റെ കൈ ഇങ്ങനെ തരിക്കുമ്പോ അവൻ ഇവനെ തല്ലണം. അവനാണ് തല്ലിയതെങ്കിലേ കാരണമില്ലാതെ തല്ലത്തില്ല. ഒരു കാരണമില്ലെന്ന് പറഞ്ഞില്ലേ സാറേ. അവന് തല്ലണമെന്നും കൊല്ലണമെന്നൊക്കെ തോന്നുമ്പോ അവൻ നേരെ എന്റെ അടുത്ത് വന്നിട്ട് എന്റെ ദേഹത്തിട്ട് ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കും. പിന്നെ സാറേ, അവളുടെ കുഞ്ഞു പോയില്ലായിരുന്നോ, ലക്ഷ്മിയുടെ? പോയി. വിഷം എന്തെങ്കിലും ഉള്ളിച്ചെന്ന് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും രക്ഷയുണ്ടോ? സാറേ, അതിന് ഞങ്ങൾക്ക് ഒട്ടും സങ്കടമില്ല സാറേ. ആ കണ്ണൻ എന്തുമാത്രം സ്നേഹിച്ചതാ അവളെ. പിന്നെ അവളതൊന്നും ഓർക്കാതെ വേറൊരുത്തന്റെ പിന്നാലെ പോയവള്. അതുകൊണ്ട് ദൈവം വിചാരിച്ചു കാണും ആ കുഞ്ഞിനെ അങ്ങ് കളയാന്ന്. അതെ അതെ, എന്തൊക്കെ പറഞ്ഞാലും കുഞ്ഞിന് ദോഷം വരാൻ വേണ്ടിയിട്ട് പലഹാരത്തിൽ വിഷം കലർത്തിയത് ആരായാലും അവരെ മനുഷ്യരാണെന്ന് പറയാൻ പറ്റില്ല. മുതിർന്നവർ തമ്മിൽ എന്തെങ്കിലും ശത്രുതയുണ്ടെങ്കിൽ അതിന് കുഞ്ഞുങ്ങളെന്ന് പഴിച്ചു. ഇവിടെ ദൈവമല്ലേ സാറേ വിധി നടപ്പാക്കുന്നേ. കണ്ണനെ ചതിച്ചതിന് ദൈവം അവക്കിട്ടൊരു കൊട്ടു കൊടുത്തതാ. ഇന്നെന്തായാലും കുറച്ച് കുഴമ്പ് തരാം. അതൊക്കെ ശരീരത്തിലൊക്കെ ഇട്ട് താനൊന്ന് നടക്ക്. നാളെ വേദന കുറച്ചൊന്ന് കുറയും. അത് കഴിഞ്ഞ് ഒഴിച്ചു നടത്താം. വാ ജയപാല.
നീ ഇനി നേരത്തെ ചിരിച്ച പോലെ ചിരിക്കല്ലേ. എപ്പോഴാ ഉളുക്കുന്നെന്ന് പറയാൻ പറ്റത്തില്ല. എന്നാലും എനിക്ക് ആ സന്തോഷം എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല അമ്മേ. നീ എന്നെ ഇങ്ങനെ ചിരിപ്പിക്കല്ലേടാ മണ്ണുണ്ണിയുടെ അമ്മായി അച്ഛാ. പൊന്ന്. അയ്യോ. മണ്ണുണ്ണിയുടെ അമ്മായി അച്ഛാ.